ഹായ്. ഇനി നമുക്ക് നോക്കാനുള്ളത് നവംബർ 7 കറണ്ട് അഫെയർ ആണ്. അപ്പോൾ എല്ലാവരും ഈ കറണ്ട് അഫെയർ മൊത്തം കേൾക്കുക. പഠിച്ചതിന് ശേഷം ലക്ഷ്യയുടെ ടെലഗ്രാം ചാനലിലുള്ള 11:30 നൽകുന്ന പോൾ എക്സാം പോയി അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, നോക്കാം നമുക്ക്. ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ നവംബർ 7 എന്താണ്? ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനമാണ് നവംബർ 7. നവംബർ 7 പ്രത്യേകത എന്താണ്? ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം. ഓക്കെ, ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാമത്തെ വാർഷിക ആഘോഷങ്ങൾക്കാണ് നവംബർ 7 തുടക്കം കുറിക്കുന്നത്? ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാമത്തെ വാർഷിക ആഘോഷങ്ങൾക്കാണ് നവംബർ 7 തുടക്കം കുറിക്കുന്നത്? 150ാമത്തെ വാർഷിക. ഒന്നുകൂടെ പറയാം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാമത്തെ വാർഷിക ആഘോഷങ്ങൾക്കാണ് നവംബർ 7 തുടക്കം കുറിക്കുന്നത് എന്ന് ചോദിച്ചാൽ 150ാം വാർഷികത്തിന്റെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ 7 ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ 7 ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. അപ്പൊ ആരാണ്? എവിടെയാണ്? ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഇനി തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതി ഏതെന്ന് ചോദിച്ചാൽ സുപ്രീം കോടതിയാണ്. തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി ഏതാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ്. അടുത്തത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്നത് കെ ജയകുമാർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായിട്ട് നിയമിതനാകുന്നത് കെ ജയകുമാർ ആണ്. ആരാണ്? കെ ജയകുമാർ. എന്തിന്റെ പുതിയ പ്രസിഡന്റാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ. ഓക്കെ, അടുത്തത്, അടുത്തിടെ അന്തരിച്ച DNA-യുടെ ഘടന കണ്ടുപിടിച്ചതിന് നൊബേൽ പ്രൈസ് നേടിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ ആണ്. അടുത്തിടെ അന്തരിച്ച DNA-യുടെ ഘടന കണ്ടുപിടിച്ചതിന് നൊബേൽ പ്രൈസ് നേടിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് വാട്സൺ. ജെയിംസ് വാട്സന് 1962 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അടുത്തിടെ അന്തരിച്ചു. എന്തായിരുന്നു? DNA-യുടെ ഘടന കണ്ടുപിടിച്ചതിന് നൊബേൽ പ്രൈസ് ലഭിച്ച അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ജെയിംസ് വാട്സൺ എന്ന് പറയുന്നത്. അപ്പോ നൊബേൽ പ്രൈസ് ലഭിച്ചത് 1962. ഇതിന് വൈദ്യശാസ്ത്രത്തിനാണ് നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അടുത്തത്, ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. ഫുജിയാൻ എന്ന് പറയുന്നത് ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ്. അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ. ആരാണ് നിർമ്മിച്ചത്? ചൈന പൂർണ്ണമായിട്ടും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫുജിയാൻ എന്ന് പറയുന്നത്. ഇനി പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധന. പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധന അറിയപ്പെടുന്നത് എന്താണ്? ഓപ്പറേഷൻ ഷൈലോക്ക് 2. എന്താണ്? ഓപ്പറേഷൻ ഷൈലോക്ക് 2 എന്ന് പറയുന്നത് പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധനയാണ്. അമേരിക്കൻ ലോസ് ആഞ്ചലസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം ബ്രഹ്മയുഗമാണ്. ബ്രഹ്മയുഗമാണ് അമേരിക്കൻ ലോസ് ആഞ്ചലസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന് പറയുന്നത്. അമേരിക്കൻ ലോസ് ആഞ്ചലസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രമാണ് ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്.
ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 102. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 102. 127 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ 102ാം സ്ഥാനം ഉള്ളത്. പട്ടികയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം സൊമാലിയ. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 102ആണ്. 127 രാജ്യങ്ങളുടെ പട്ടികയിലാണിത്. പട്ടികയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം സൊമാലിയയാണ്. ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ പാരാ ആർച്ചറി താരം ശീതൾ ദേവി. ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ പാരാ ആർച്ചറി താരം എന്ന് പറയുന്നത് ശീതൾ ദേവിയാണ്. ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ പാരാ ആർച്ചറി താരം ശീതൾ ദേവി. ശീതൾ ദേവി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഓർത്തു വച്ചേക്കാം. കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എറണാകുളം ബാംഗ്ലൂരു. ഓക്കെ, കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എവിടെ മുതലാണ്? എറണാകുളം ടു ബാംഗ്ലൂരു. എറണാകുളം ബാംഗ്ലൂരു ആണ് കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എന്ന് പറയുന്നത്. ഉദ്ഘാടനം ഓൺലൈനായിട്ട് നരേന്ദ്രമോദി ചെയ്തു. ഓക്കെ, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലിവ്ലിഹുഡ്സ് മിഷൻ (NRLM) മാതൃക സ്വീകരിക്കുന്ന രാജ്യം എത്യോപ്യ. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ, അതായത് NRLM ഓക്കെ ആണല്ലോ. ഈ മാതൃക സ്വീകരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് എത്യോപ്യ. ഇനി ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 പൂർത്തിയായതെന്ന് ചോദിച്ചാൽ 100. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 പൂർത്തിയായത്? 100ാമത്തെ. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 പൂർത്തിയായത്? 100ാമത്തെ. 1925 നവംബർ 7-നാണ് മധ്യപ്രദേശിലെ ഗോളിയോറിൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനമെന്നാണ്, നവംബർ 7-നാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ എത്രാമത്തെ വാർഷികാഘോഷങ്ങൾക്കാണ് നവംബർ 7-ന് തുടക്കം കുറിക്കുന്നത്? 150ാമത്തെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ 7-ന് ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. തെരുവു നായ്ക്കളെ വന്ധ്യംകരിച്ച് ഷെൽട്ടർ ഹോമിൽ പാർപ്പിക്കണമെന്ന് വിധി പുറപ്പെടുവിച്ച കോടതിയാണ് സുപ്രീം കോടതി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനാകുന്നത് കെ ജയകുമാർ ആണ്. അടുത്തിടെ അന്തരിച്ച DNA-യുടെ ഘടന കണ്ടുപിടിച്ചതിന് നൊബേൽ സമ്മാനം നേടിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ ആണ്. 1962 വൈദ്യശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു. ചൈന പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക വിമാനവാഹിനി കപ്പലാണ് ഫുജിയാന്. പലിശക്കാർക്കെതിരെ പോലീസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ ഷൈലോക്ക് 2 അമേരിക്കൻ ലോസ് ആഞ്ചലസ് അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യൻ ചിത്രം എന്ന് പറയുന്നത് ബ്രഹ്മയുഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജല കൺവെൻഷനിൽ ചേരുന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് 102. 127 രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ 102ാം സ്ഥാനം. പട്ടികയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യം സൊമാലിയ. ഏഷ്യ കപ്പ് ആർച്ചറി ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ദേശീയ ടീമിൽ ഇടം നേടിയ പാരാ ആർച്ചറി താരം ശീതൾ ദേവിയാണ്. കേരളത്തിന് അനുവദിച്ച മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ റൂട്ട് എറണാകുളം ബംഗളൂരു. ഉദ്ഘാടനം നരേന്ദ്രമോദി ഓൺലൈനായി. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യയുടെ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലിവ്ലിഹുഡ്സ് മിഷൻ (NRLM) മാതൃക സ്വീകരിക്കുന്ന രാജ്യം എത്യോപ്യ. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായതിന്റെ എത്രാമത്തെ വാർഷികമാണ് 2025 പൂർത്തിയായത്? 100ാമത്തെ. 1925 നവംബർ 7-നാണ് മധ്യപ്രദേശിലെ ഗോളിയോറിലാണ് ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പോൾ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കാം. അപ്പൊ ശരി, താങ്ക് യു.